ഹൈന്ദവ വിശ്വാസപ്രകാരം അത്യധികം ശക്തിയുള്ളതും വേഗത്തിൽ ഫലം നൽകുന്നതുമായ ഒന്നാണ് കാളി ഉപാസന. സമയത്തിന്റെയും മാറ്റത്തിന്റെയും പ്രതീകമായ കാളീദേവിയെ ആരാധിക്കുന്നത് പ്രധാനമായും അഹംഭാവം, ഈഗോ നശിപ്പിക്കുന്നതിനും ഭയത്തിൽ നിന്ന് മുക്തി നേടുന്നതിനും വേണ്ടിയാണ്. കാളി ഉപാസനയെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രധാന കാളിമന്ത്രങ്ങൾ. ഏറ്റവും ലളിതവും എന്നാൽ ശക്തിയേറിയതുമായ കാളിമന്ത്രങ്ങളാണ് താഴെ പറയുന്നത്. കാളി മൂലമന്ത്രം. കൂടുതൽ ഓം ക്രീം കാളികായൈ നമഃ. ഏറ്റവും കൂടുതൽ ആളുകൾ ജപിക്കുന്ന മന്ത്രമാണിത്. ഭക്തിയോടെ ഏതു സമയത്തും ഇത് മനസ്സിൽ ജപിക്കാം. മഹാകാളി മന്ത്രം. ഓം ശ്രീം ഹ്രീം ക്രീം പരമേശ്വരി കാളികേ സ്വാഹ. ജപിക്കേണ്ട രീതി. ഉപാസനാക്രമം. കാളിയുപാസനയ്ക്ക് ചില പ്രത്യേക ചിട്ടകൾ പാലിക്കുന്നത് ഉത്തമമാണ്. സമയം. അതിരാവിലെ ബ്രഹ്മമുഹൂർത്തം ജപിക്കുന്നത് നല്ലതാണ്. എന്നാൽ കാളീപൂജയ്ക്ക് ഏറ്റവും ഉത്തമമായ സമയം അർദ്ധരാത്രിയാണ്, നിശീഥകാലം. ശുദ്ധി. ശാരീരികവും മാനസികവുമായ ശുദ്ധി നിർബന്ധമാണ്. കുളിച്ച് ശുദ്ധിയായി ഇളം ചുവപ്പോ കറുപ്പോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ദേവിക്ക് പ്രിയകരമാണ്. ഇരിക്കേണ്ട ദിശ. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കുക. ഇരിക്കാൻ ഒരു ചുവന്ന കമ്പിളിയോ പട്ടുതുണിയോ ഉപയോഗിക്കാം. ജപമാല. രുദ്രാക്ഷമാലയാണ് കാളിമന്ത്രം ജപിക്കാൻ ഏറ്റവും അനുയോജ്യം. 108 തവണ. ഒരു മാല എന്നത് ഒരു കണക്കായി എടുത്തുകൊണ്ട് ജപിക്കാം. മനസ്സിന്റെ ഭാവം. ഭയത്തോടെയല്ല, മറിച്ച് ഒരമ്മയോട് കുട്ടിയെന്നതുപോലെ പൂർണ്ണ സമർപ്പണത്തോടെ വേണം കാളിയെ ധ്യാനിക്കാൻ. മറ്റുള്ളവർക്ക് ദോഷം വരണമേ എന്ന ചിന്തയോടെ ഒരിക്കലും ഈ മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല. കാളി ഉപാസനയുടെ ഗുണങ്ങൾ. ഭയമുക്തി. അകാരണമായ ഭയം, ഉത്കണ്ഠ, മരണഭയം എന്നിവ അകലാൻ കാളിയുപാസന സഹായിക്കുന്നു. സംരക്ഷണം. ദുഷ്ടശക്തികൾ, ശത്രുദോഷം, നെഗറ്റീവ് എനർജി എന്നിവയിൽ നിന്ന് ഉപാസകന് പൂർണ്ണമായ സംരക്ഷണം ലഭിക്കുന്നു. ആത്മവിശ്വാസം. ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള അസാമാന്യമായ ധൈര്യവും ആത്മവിശ്വാസവും വന്നുചേരും. ആത്മീയ ഉന്നതി. അജ്ഞാനവും അഹംഭാവവും ഇല്ലാതാക്കി ആത്മീയമായ ഉയർന്ന തലങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഉപാസന സഹായിക്കുന്നു. ശ്രദ്ധിക്കുക, സാത്വിക ഭാവത്തിലുള്ള ലളിതമായ മന്ത്രജപങ്ങൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്നാൽ ഉഗ്രരൂപത്തിലുള്ള ദേവിയെ സങ്കൽപ്പിച്ച് കഠിനമായ താന്ത്രിക ഉപാസനകൾ ചെയ്യാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അറിവുള്ള ഒരു ഗുരുവിന്റെ നേരിട്ടുള്ള ഉപദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾ ആദ്യം തന്നെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.